ഇവിടെ ശശികുമാർ പറഞ്ഞു സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് സ്ത്രീകൾ അവിടേക്ക് വന്നതെന്ന്. വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ പോലും ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമല പോകാൻ തയ്യാറായിട്ടില്ല. അവിടേക്ക് ഇവർ പോലീസ് വേഷത്തിൽ രാത്രിയുടെ മറവിൽ കൊണ്ടുവന്നത് 2 ആക്ടിവിസ്റ്റുകളെയാണ്. അവരുടെ ഇരുമുടിക്കെട്ടിൽ ഉള്ളിൽ എന്തായിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ്. അതിവിടെ പറയാൻ അറയ്ക്കുന്ന സാധന സാമഗ്രികളായിരുന്നു ഇവരുടെ ഇരുമുടിക്കെട്ടിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഭക്തജനങ്ങളെ അധിക്ഷേപിക്കുന്നതിനും ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവർ മുന്നിട്ട് നിന്നത്. അതിനെതിരെ ഹൈന്ദവ സമൂഹം പ്രതികരിച്ചത് ഇവിടെ ശശികുമാർ പറഞ്ഞ രീതിയിലല്ല. നാമജപ ഘോഷയാത്ര നടത്തി സമാധാനപരമായിട്ട് നടത്തിയ പ്രതിഷേധത്തെയാണ് ഇവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയത്. അതിന്റെ പേരിൽ നൂറുകണക്കിന് കേസുകൾ, അതിന്റെ പേരിലുള്ള നൂറുകണക്കിന് കേസുകൾ അത് പിൻവലിക്കാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. 3000 കേസുകൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇലക്ഷനിൽ പരാജയം സംഭവിച്ചപ്പോൾ അയ്യപ്പ സംഗമം നടത്തി. കോടിക്കണക്കിന് രൂപ മുടക്കി അയ്യപ്പ സംഗമം നടത്തിയിട്ട് അവിടെ ഒരാൾ പോലും പങ്കെടുത്തില്ല. അവിടെയുള്ള ശബരിമലയിലുള്ള ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെയാണ് പിടിച്ചവിടെ ഇരുത്തിയത്. അതിന്റെ മറവിൽ കോടികൾ തട്ടിപ്പ് നടത്തി. അതിലും ജനങ്ങൾക്ക് ഇപ്പൊ പ്രതിഷേധം, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ടാണ് സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താനായിട്ട് തയ്യാറായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്റെ സുഹൃത്ത് വിനോദ് പറഞ്ഞ പ്രശ്നത്തിന്റെ ഗൗരവമാണല്ലോ. ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെയും സംരക്ഷിക്കാൻ CPM പോയിട്ടില്ല. നിങ്ങളാ പോയത്. നിങ്ങൾ തന്ത്രിയുടെ വീട്ടിൽ പോയത് എന്തിനാ? ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിചാരണ കോടതിയുടെ പരാമർശം റദ്ദ് ചെയ്തു. നമുക്ക് അറിയാമോ? നിങ്ങളാ പോയത്. ഞങ്ങളൊരു പത്മകുമാറിന്റെയും വാസുവിന്റെയും വീട്ടിൽ പോയിട്ടില്ല. ഞങ്ങൾ അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ ഇവരുടെ ദല്ലാളായിട്ടുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് ഇന്നും പറയുന്നത് എന്താ? ശബരിമലയിലെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ആ നിലപാടൊരു മാറ്റമില്ല. ഞങ്ങളൊരു പ്രതിയെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. തന്ത്രി നിരപരാധിയാണെന്ന് ആരാ തീരുമാനിക്കുന്നത്? BJP അല്ല. ഞാൻ ചോദിക്കട്ടെ, തന്ത്രി നിങ്ങളുടെ വായിന്ന് വന്നല്ലോ. നിങ്ങളുടെ വായിന്ന് വന്നല്ലോ തന്ത്രി നിരപരാധിയാണെന്ന്. നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളോട് ആര് പറഞ്ഞു? അപ്പൊ നിങ്ങളാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുന്നത്. തന്ത്രി അറിയാതെ അവിടെ മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. തന്ത്രി ചെമ്പെന്ന് പറഞ്ഞ മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. ആ തന്ത്രി നിരപരാധിയാണെന്ന് നിങ്ങൾ എന്താണ് ചാത്ര പറയുന്നത്? അപ്പൊ നിങ്ങളാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുന്നത്. ഞങ്ങള് പത്മകുമാറിന്റെ വീട്ടിൽ പോയിട്ടില്ല. ഞങ്ങള് വാസുവിന്റെ അതാണ് കോടതി സ്റ്റേ ചെയ്ത്. കോടതി സ്റ്റേ ചെയ്തു. കോടതി ജാമ്യം നൽകി വിചാരണ കോടതിയുടെ പരാമർശം സ്റ്റേ ചെയ്തു. കാരണം ജാമ്യം അനുവദിക്കുമ്പോ ഇത് ഞാൻ പറയട്ടെ, ഈ കേസിൽ ശശികുമാറെ, ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ ആചാരങ്ങളുടെ മാത്രം അവസാന വാക്കാണ്. അവിടെ തിരുവാഭരണ കമ്മീഷണറും അവിടെ ഉദ്യോഗസ്ഥരും മറ്റു കാര്യങ്ങളും അവരുണ്ട് ആ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, നാളെ ഇപ്പോ തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ പോവുക. കാരണം തന്ത്രിക്ക് പോറ്റിയുമായിട്ടുള്ള ഇടപാട് കോടിക്കണക്കിന് ഇടപാടൊക്കെ എസ്റ്റേറ്റുടെ മുമ്പിലുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, അതായിക്കോട്ടെ. പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ല അവരെ. അവര് തെറ്റുകണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം. ഞങ്ങൾ ആരുടെ വക്കാലത്ത് പിടിക്കുന്നില്ല. നിങ്ങളിലെ വക്കാലത്ത് പിടിക്കുന്നത്. നിങ്ങൾ തന്ത്രിയുടെ വക്കാലത്ത് പിടിച്ചില്ലേ? തന്ത്രി അറിയാതെ നടക്കുമോ? തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രി ഈ അതൊരു സംശയം ചോദിക്കാനുണ്ട് കേട്ടോ. തന്ത്രിയുടെ ആസ്തിയൊക്കെ ചോദിക്കാനുള്ളത്. അതായത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. ഇവിടെ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത് ശബരിമലയ്ക്ക് പോകാൻ വരുന്നത് ഇവിടെ നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. പക്ഷേ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇന്നേ വരെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ബാത്റൂം പോലും നല്ല രീതിയിലില്ല. എന്നാൽ പ്രധാനമന്ത്രി ബാത്റൂം പണിയാനാണെന്നും പറഞ്ഞ് ഇവിടുന്ന് പെട്രോളിന് ഓരോ ദിവസവും വില കൂട്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ വികസനം ചെയ്തില്ല. എന്നാൽ നമ്മൾ ഇടതുപക്ഷത്തെ നോക്കുമ്പോൾ ഇവിടെ ഇടത്താവളം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വികസനമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സുഹൃത്ത് ചോദിച്ചുകൊണ്ട് പറയാം. ചെങ്ങന്നൂരില് നമ്മുടെ കിഴക്കേ നടയിലെ
ഇടത്താവളത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് എത്ര കാലമായി സുഹൃത്തെ? ആ ഇടത്താവളത്തിന്റെ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എത്ര റെയിൽവേയായിട്ട് കാലമായി ബന്ധപ്പെട്ട് സുഹൃത്തെ? കേന്ദ്ര സർക്കാർ എന്തുകൂടെ കൊണ്ടുവന്നത്? നിർമ്മാണം തുടങ്ങിയതാണ്. താങ്കൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എത്ര കാലമായി എന്ന് എനിക്കറിയില്ല. ഞാന് റെയിൽവേ അല്ലല്ല സ്റ്റേഷനിൽ പോകുന്നവരാ. അല്ല എന്റെ അല്ല, വിനോദേ എന്താ കൊണ്ടുവന്നത്? അല്ല അവിടെ ഇരിക്കെ എന്റെ വിനോദേ നിങ്ങളെ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ ഇന്നലത്തെ വർത്തമാനം കേട്ട് എനിക്ക് പുച്ഛത തോന്നിയത്.